പക്ഷേ റഷ്യ കുതിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് റഷ്യയുടെ പടയോട്ടം. ഇപ്പോൾ ഡെൻമാർക്കിനെ റഷ്യ ആക്രമിച്ചു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. റഷ്യ അത് സമ്മതിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ എന്താണ് റഷ്യയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ? എന്താണ് റഷ്യ ഉദ്ദേശിക്കുന്നത്? റഷ്യയുടെ നീക്കം സംശയാസ്പദമാണ്. റഷ്യയുടെ ഉദ്ദേശം എന്താണ് എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും മീഡിയ മാധ്യമങ്ങൾക്കിടയിലും ഒക്കെ വ്യത്യസ്തങ്ങളായ നിലപാടുകളുണ്ട്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, റഷ്യക്ക് ചില ഹിഡൻ അജണ്ടകളുണ്ട്. റഷ്യ അത് സ്വതന്ത്രമായി സ്വന്തം രാജ്യത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, യൂറോപ്പിലാകെ റഷ്യയുടെ ഒരു സ്വാധീനം വികസിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹിഡൻ അജണ്ട എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ സോവിയറ്റ് യൂണിയൻ, പഴയ സോവിയറ്റ് യൂണിയൻ ചെതറിത്തെറിച്ചു പോയ കൂട്ടത്തിൽ ആ കൂട്ടത്തിലേറ്റവും വമ്പൻ ശക്തിയായി, കൂട്ടത്തിലേറ്റവും ഭേദപ്പെട്ട ശക്തിയായിട്ട് നിന്നാണ് റഷ്യ എന്ന് പറഞ്ഞാൽ പഴയ സോവിയറ്റ് യൂണിയൻ്റെ പ്രേതം ഇപ്പോഴും അതിനെ ആവാഹിച്ചിരിക്കും. അപ്പോൾ പഴയ സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപത്തിലേക്ക്, വളരെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നല്ലോ റഷ്യ അന്ന്, സോവിയറ്റ് യൂണിയൻ, USSR. അപ്പോൾ ആ പ്രതാപത്തിലേക്ക് റഷ്യ മുൻകൈ എടുത്ത് ഒരു റഷ്യയെ തന്നെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയിലേക്ക് മാറ്റാനുള്ള വികസന തന്ത്രങ്ങൾ, അക്കൂട്ടത്തിൽ ആണ് പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെയാണ് അദ്ദേഹം ആദ്യം ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണ് ഈ ബാൾട്ടിക് രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. ഈ എസ്റ്റോണിയ ആക്രമിച്ചു. ഒപ്പം തന്നെ ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ രാജ്യങ്ങൾ, എന്ന് വെച്ചാൽ ബാൾട്ടിക് സീയുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ അതുപോലെ തന്നെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഭീഷണിയുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, അങ്ങനെ ഉണ്ടല്ലോ, സെർബിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഭീഷണിയുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ സോവിയറ്റ് യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളെയൊക്കെ റഷ്യ തിരിച്ചു പിടിക്കും എന്നൊരു ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലുണ്ട്. ആ കൂട്ടത്തിലാണ് പണ്ട് അതിൻ്റെ പുറത്തുള്ള ചില രാജ്യങ്ങൾ, അതിന് ഭീഷണി ആരാണ്? യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി യൂറോപ്യൻ യൂണിയനായി നിന്നു. 10-27 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നു. അതിൻ്റെയും പുറമെ സമാന മനസ്കരായ പഴയ മുതലാളിത്ത രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഈ നാറ്റോ സഖ്യം ഉണ്ടായി. അപ്പോൾ അമേരിക്കയും കാനഡയും ഉൾപ്പെടെ ഇപ്പുറത്ത് നിന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് 32 രാജ്യങ്ങളുടെ നാറ്റോ സഖ്യം ഉണ്ടായി. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് വേണം, ഈ കൂട്ടായ്മയിൽ നിന്ന് വേണം അടർത്തിയെടുക്കാൻ. അതിനെന്താണ് വഴി എന്നാണ് റഷ്യ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ടിലെയും പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുന്നത് നമ്മൾ പണ്ട് ഉഗ്രപ്രതാപിയായ ബ്രിട്ടനെയാണ്. ബ്രിട്ടനെ നേർക്കുനേരെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ ടെസ്റ്റ് ഡോസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പലപ്പോഴായി 10,000-ഓളം ഡ്രോണുകൾ റഷ്യയിൽ നിന്ന് ബ്രിട്ടനിൽ ചെന്ന് വീണു, ബ്രിട്ടൻ്റെ പല ഭാഗത്തായിട്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ റഷ്യ പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെ പരീക്ഷണം നടത്തിയപ്പോൾ ലക്ഷ്യം തെറ്റിയതായിരിക്കാം, അതല്ലെങ്കിൽ ഞങ്ങൾ ഉക്രൈനിലേക്ക് വിട്ടത് ലക്ഷ്യം തെറ്റി വന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടനെ നേരിട്ട് ആക്രമിച്ചിട്ടില്ല. പക്ഷേ ആ പറഞ്ഞതിൽ പാതി സത്യമുണ്ട്. ബ്രിട്ടനിലേക്ക് റഷ്യയിൽ നിന്ന് മിസൈൽ അയക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നതിൻ്റെ ആ പാതയിൽ ഡ്രോണുകളെ അയക്കുകയാണ്. മിസൈൽ അയക്കുമ്പോൾ ചിലവുണ്ടല്ലോ, ഡ്രോണുകൾക്ക് ചിലവ് കുറവാണ്. അപ്പോൾ ഡ്രോണിനെ അയച്ചിട്ട് പാത ക്ലിയർ ആക്കുകയാണ്, വഴി അന്വേഷിച്ച് പിടിച്ചു വെക്കുകയാണ്. അതാണ് സൂത്രം ഒന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഡെൻമാർക്കിന് നേരെ വന്നിരിക്കുന്നത്. ഡെൻമാർക്ക് യൂറോപ്യൻ യൂണിയനിൽ നെറ്റോയിലും വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്, സമാധാന പ്രേമികളാണ്, വലിയ കുഴപ്പക്കാരല്ല. പക്ഷേ ഡെൻമാർക്കിന് നേരെ ആണ് ഏറ്റവും ഒടുവിൽ ആക്രമണം നടന്നത്. അപ്പോൾ അതിങ്ങനെ യാദൃച്ഛികം എന്ന് പറയാൻ വയ്യ. കാരണം എവിടെയെങ്കിലും ഏതെങ്കിലും വിദൂര ദേശത്ത്, ഇപ്പോൾ ബ്രിട്ടൻ്റെയൊക്കെ പല ഭാഗത്തും അതിർത്തികളിലോ വിദൂര ദിക്കുകളിലൊന്നും അല്ല ചെന്ന് വീണത്. ഡെൻമാർക്കിൽ സംഭവിച്ചത് മിനിഞ്ഞാന്ന്, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 25 രാത്രി 11 മണി കഴിഞ്ഞിട്ട് ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിലെ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാന കേന്ദ്രങ്ങളിലാണ് വീണത്. ഡ്രോണുകളൊക്കെ ചെന്ന് പതിച്ചത് കൃത്യസ്ഥലത്താണ്. വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായതായി വിവരമില്ല. ഇനിയിപ്പോൾ ഈ ഡെൻമാർക്ക് തന്നെ മൂടി വെക്കുകയാണോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇതുവരെ മരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും വലിയ ദുരന്തങ്ങൾ, നാശനഷ്ടങ്ങൾ ഉണ്ടായതായി വിവരം പറയുന്നില്ല, പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഡ്രോണ് വീണു എന്നെല്ലാവരും, ആക്രമണം നടന്നു എന്നെല്ലാവരും ശരിവെക്കുന്നുണ്ട്. ഡെൻമാർക്ക്, ബ്രിട്ടൻ, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളൊക്കെ ശരിവെച്ചിട്ടുണ്ട്, റഷ്യയും ശരിവെച്ചിട്ടുണ്ട്. പക്ഷേ റഷ്യ ഒറ്റ കാര്യം അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളല്ലാട്ടോ എന്ന് റഷ്യ ഇതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ റഷ്യ പല രാജ്യങ്ങളിലേക്കും പരീക്ഷണം നടത്തി വെച്ചിട്ട് ഒരാക്രമണത്തിന് അവസരം ഒരുക്കുകയായിരിക്കാം. സമയമാകാത്തതുകൊണ്ടായിരിക്കാം അത് ഏറ്റെടുക്കാത്തതെന്നാണ് മാധ്യമ വിലയിരുത്തലുകൾ കാണുന്നത്.
ഇപ്പോൾ രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ 25-ാം തീയതി രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ രണ്ട് കേന്ദ്രം ഒന്ന് ഡെൻമാർക്കിലെ വളരെ പ്രധാനപ്പെട്ട 3 വിമാനത്താവളങ്ങൾ ഓൾബോർഗ്, ബില്ലുണ്ട്, എസ്ബർഗ് എന്നീ 3 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളാണ് ആക്രമണം നടന്നത്. എവിടെയെങ്കിലുമല്ല, എന്നുവെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് വിമാനത്താവളങ്ങൾ. അവിടെ ആക്രമിക്കപ്പെട്ടു. 2, ആ രാജ്യത്തിൻ്റെ ഡെൻമാർക്കിൻ്റെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ബേസ് ഉണ്ട്, ഒരു സൈനിക ബേസ്, അവരുടെ മിലിറ്ററി ബേസ്. ആ ബേസിൻ്റെ പേര് സ്ക്രൈഡ്സ്ട്രപ്പ് ബേസ് എന്നാണ്. സ്ക്രൈഡ്സ്ട്രപ്പ് ബേസ്, ആ ബേസിലും ആക്രമിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഓർത്തു നോക്കേണ്ടതാണ്, ഡെൻമാർക്കിൻ്റെ 2 ഒന്ന് അന്താരാഷ്ട്ര പ്രസിദ്ധമായ 3 വിമാനത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. 2, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ സൈനിക വിമാനങ്ങൾ സൂക്ഷിച്ചു. അത് ചില്ലറ വിമാനങ്ങളല്ല, F-16, F-35 ആണ്, F-16, F-35 ഏറ്റവും ശക്തമായ യുദ്ധവിമാനങ്ങളാണ്. ആ യുദ്ധവിമാനങ്ങൾ അവർ വാങ്ങി സംഭരിച്ച് സുരക്ഷിതമായി വെച്ചിട്ടുള്ള ക്യാമ്പാണ്, മിലിറ്ററി ക്യാമ്പ്. അവിടെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ അബദ്ധമല്ല, വളരെ പ്ലാൻഡാണ്. അപ്പോൾ പ്ലാൻഡാണ് എന്നത് വളരെ വ്യക്തമാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ പ്രതിരോധ മന്ത്രി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ത്രോൾസ്ലുണ്ട് പൗൾസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മുഖ്യമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങളോട് ഇനി ആരും ഈ നിഷേധിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾക്കിത് കൃത്യമായിട്ട് അറിയാം, ആരാണെന്നറിയാം, ആസൂത്രിതമാണ് എന്നറിയാം. 2, ഞങ്ങളുടെ സുരക്ഷതയെ തകർക്കാനാണെന്നറിയാം. വേറൊരു കാര്യം കൂടി ഞങ്ങൾക്കറിയാം, ഇതിൻ്റെ പിന്നിൽ അജണ്ടയുണ്ട്. ഡെൻമാർക്ക് എന്ന രാജ്യത്തെ, ഞങ്ങളുടെ രാജ്യത്തെ വിഭജിക്കാനുള്ള തന്ത്രം കൂടിയുണ്ട്. അത് കൃത്യമായി റഷ്യക്കിട്ടൊരു കൊടുക്കലാണ്. കാരണം റഷ്യ 2 തരത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. ഒന്നുകിൽ നേരിട്ട് രാജ്യങ്ങളെ ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക, അല്ലെങ്കിലോ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ നോക്കിയിട്ട് കീഴ്പ്പെടുത്തുക. അതാണ് ഉക്രൈനിൽ നടക്കുന്നത്. ഉക്രൈനിൽ ഇനിയിപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്, 7 ലക്ഷം സൈനികരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് റഷ്യ. എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും അത് അവർ പിന്മാറാൻ തയ്യാറല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഉക്രൈൻ ഏകപക്ഷീയമായി റഷ്യക്ക് കീഴടങ്ങണം, എന്ന് പറഞ്ഞാൽ ഉക്രൈൻ മൊത്തമായി റഷ്യക്ക് കിട്ടി. അല്ലെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, യുദ്ധം ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, റഷ്യ ക്ലെയിം ചെയ്യുന്ന ക്രീമിയ പ്രദേശമുണ്ട്, ഉക്രൈൻ്റെ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ പ്രദേശമാണ്, അത് റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെ അത്തരത്തിൽ ഒരു ഉക്രൈൻ മോഡലിൽ ഡെൻമാർക്കിനെ കൂടി വിഭജിക്കാനുള്ളൊരു തന്ത്രം ഡെൻമാർക്കിനകത്തും ഇതുപോലെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴയ സോവിയറ്റ് യൂണിയനോട് അനുകൂലവും അമേരിക്കക്ക് അനുകൂലവുമായ ഇങ്ങനെ ഭിന്നിപ്പിക്കാനുള്ളൊരു തന്ത്രം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആരൊക്കെ നിഷേധിച്ചാലും ഞങ്ങൾ അടിയന്തരമായി അത് ടേക്കപ്പ് ചെയ്യാൻ കൈകാര്യം ചെയ്യും. എങ്ങനെയാണ്? ഈ നാറ്റോ രാജ്യങ്ങൾക്കൊരു നിയമമുണ്ട്. നാറ്റോ രാജ്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 4 എന്ന് പറയും, 4-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 4ന്റെ നിയമം എന്താ വെച്ചാൽ, ഈ നാറ്റോയിൽ അംഗങ്ങളായ 32 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ആരെങ്കിലും വന്ന് ആക്രമിച്ചാൽ 32 രാജ്യങ്ങളും എന്തായി കണക്കാക്കണം? ഞങ്ങളെ ഓരോരുത്തരെ ആക്രമിച്ചു എന്ന് കണക്കാക്കണം. അപ്പോൾ തിരിച്ചടിക്കുന്നത് ആരായിരിക്കും? 32 രാജ്യങ്ങൾ ഒരുമിച്ചായിരിക്കും. അതിന് യോഗം ചേരണം, നാറ്റോ യോഗം ചേരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. കത്തിപ്പോൾ ഇവരല്ല, എസ്റ്റോണിയ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പോളണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് അടിയന്തരമായി നാറ്റോ യോഗം ചേർന്നിട്ടൊരു തീരുമാനമെടുത്താൽ റഷ്യക്കെതിരായി 32 രാജ്യങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും. പക്ഷേ അതിനൊരു അപകടമുള്ളത്, ഈ 32 രാജ്യങ്ങൾ ഇപ്പോൾ ഒരേ മനസ്സോടെ ചിന്തിക്കുന്നില്ല. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. യൂറോക്കെതിരായി ബ്രിട്ടൻ ചിന്തിക്കുന്നുണ്ട്, ആ നാണയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മാത്രമല്ല യൂറോപ്യൻ യൂണിയനിൽ തന്നെ ബ്രിട്ടൻ ചിന്തിക്കുന്നത് പോലെയല്ല ഫ്രാൻസ് ചിന്തിക്കുന്നത്. ഫ്രാൻസ് വേറിട്ടൊരു വഴിയാണ്. ഫ്രാൻസ് ഏതാണ്ട് റഷ്യക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു 32 നാറ്റോ രാജ്യങ്ങൾ ഒരുമിച്ച് വന്നിട്ട് റഷ്യയെ ആക്രമിക്കില്ല എന്നവർക്ക് ഉറപ്പാണ്. കാരണം അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് അവർക്കറിയാം. 2, നാറ്റോ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ബലമായി നിന്നിരുന്നത് അമേരിക്കയാണ്. അമേരിക്ക നടുവൊടിഞ്ഞ് തളർന്നു കിടക്കുകയാണെന്ന് അവർക്കറിയാം. ഈ ഘട്ടത്തിൽ റഷ്യക്കൊരു പക്ഷേ പല രാജ്യങ്ങളെയും യുദ്ധം കൂടാതെ തന്നെ കീഴ്പ്പെടുത്താനും അവരുടെ ചേരിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുമെന്നതായിരിക്കണം ഇതിൻ്റെ പിന്നിലുള്ള തന്ത്രം. എന്തായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇപ്പോൾ ഈ നാറ്റോ സഖ്യം യോഗം ചേർന്നാൽ അറിയാം. പക്ഷേ അപ്പോഴും റഷ്യ ഞങ്ങളല്ല എന്നിപ്പോൾ റഷ്യ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ചിത്രം തെളിഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ തന്നെ എന്ന് ഏറ്റെടുക്കാനും റഷ്യ മുന്നോട്ട് വന്നേക്കും. ഇതാണ് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ. എന്തായാലും ഒരു ആഗോള യുദ്ധത്തിനല്ല റഷ്യ വഴിയൊരുക്കുന്നത്, ആഗോള യുദ്ധത്തിൻ്റെ കളമൊരുക്കി വെച്ചിട്ട് കൊച്ചു രാജ്യങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് തങ്ങളുടെ വരുതിയിൽ നിർത്താനുള്ള ഒരു തന്ത്രമാണ് ഇത്. പണ്ട് അമേരിക്ക പയറ്റിയിരുന്ന തന്ത്രമാണ്, ഇപ്പോൾ അമേരിക്കക്ക് കെൽപ്പില്ലാത്തതുകൊണ്ട് പരാജയപ്പെട്ടു നിൽക്കുന്ന തന്ത്രമാണ്.
മറ്റൊരു അമേരിക്കയായി റഷ്യ മാറുന്നു എന്ന് വേണം ഡെൻമാർക്കിന് നേരെ നടന്ന ഈ ആക്രമണത്തെ, കഴിഞ്ഞ കുറച്ചു കാലമായി മറ്റു പല രാജ്യങ്ങളിലും റഷ്യ നടത്തിയ നീക്കത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ. റഷ്യ മറ്റൊരു അമേരിക്കയാകുമോ, അതോ രണ്ടും ചേർന്ന് ലോകത്തെ നശിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.